നമസ്കാരം. ഇത് തികച്ചും നാളികേരത്തിൽ, ഒരു പൂർണ്ണ നാളികേരത്തിൽ കൊത്തിയെടുത്ത ഒരു ആനയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ മൃഗങ്ങളിലൊന്നായ ആന കേരളത്തിൻ്റെ തനതായ നാളികേരത്തിൽ പൂർണ്ണ കലാശില്പമായിട്ടാണ് ആനയുടെ ഈ ശില്പം ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൊമ്പ് എന്ന് പറയുന്നത് നാളികേരം മുളപ്പിച്ച അതിൻ്റെ കൂമ്പാണിത്. കൊമ്പ് 2 നാളികേരം മുളപ്പിച്ചെടുത്ത കൂമ്പാണ്. കണ്ണ് ചിരട്ട കൊണ്ട് ഷേപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നതാണ്. മസ്തകമൊക്കെ തികച്ചും പൊതിമടൽ തന്നെയാണ്. ഇത് രൂപകൽപ്പന ചെയ്തതിന് ശേഷം ചിരട്ട കട്ട് ചെയ്ത് നിർത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് തേങ്ങ പൂർണ്ണമായും ഉള്ളിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഏകദേശം 5 ദിവസത്തിന് മേൽ സമയമെടുത്താണ് ഈ തേങ്ങ ഈ ഒരു ആനയുടെ രൂപകൽപ്പനയിലേക്ക് ഞാൻ മാറ്റിയത്. വളരെയധികം ഭംഗിയുള്ള ഈ നമ്മുടെ തനതായ നാളികേരത്തിൻ്റെ പുറന്തോടായ ഈ പൊതിമടൽ, ഉള്ളിലെ ചിരട്ട, ഇതെല്ലാം ഒറ്റ തേങ്ങയിൽ തന്നെയാണ് ഈ 4 കാലുകളും ഒരു വാലും തുമ്പിക്കൈയും ഒക്കെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കൊമ്പനാന യഥാർത്ഥ മസ്തകമൊക്കെ ഉയർത്തിപ്പിടിച്ച് തലയെടുപ്പിൽ നിൽക്കുന്ന ആന നെറ്റിപ്പട്ടമൊക്കെ ചൂടിയാൽ യഥാർത്ഥത്തിൽ എഴുന്നള്ളത്തിന് വിധേയമാകുന്ന രീതിയിലേക്കുള്ളതാണ് ഈ ശില്പത്തിൻ്റെ തനിമ. ചെവിയൊക്കെ തന്നെ പൊതിമടലിൽ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാരിയില്ല, നട്ടല്ല ഒക്കെ നിർത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ രീതിയിലുള്ള. അതിൻ്റെ അനാട്ടമി തികച്ചും ഇതിൽ ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആ മസിൽസൊക്കെ ഒരു ആന സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നു നീങ്ങുമ്പോൾ ഉള്ള ആ ശരീരഭാഷ, യഥാർത്ഥത്തിൽ ആ ശരീരഭാഷ ഞാൻ ഇതിൽ തനതായ രീതിയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുവാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ ഗുണമാണ് ഈ ആന ഈ ഒരു പൊതിമടലിൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണ തേങ്ങയിൽ ഒരു ആന പൂർണ്ണമായിട്ട് ഒരു ആന യഥാർത്ഥത്തിൽ അതിൻ്റെ ജീവൻ തുടിക്കുന്ന ആനയായിട്ട് ആ നടക്കുന്ന ആ ഒരു ശൈലി, സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ആ ആന യഥാർത്ഥത്തിൽ എനിക്ക് ചിത്രീകരിക്കുവാനായിട്ട് രൂപകൽപ്പന ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇത് എൻ്റെ കവർ എന്ന യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ് ഞാനിത് സമർപ്പിക്കുന്നത്. വളവയ്പ്പിലെ പ്രതിഭാസമായ കവര് എന്ന ആ തനതായ പ്രതിഭാസത്തെയാണ് ഞാൻ എൻ്റെ യൂട്യൂബിന് പേരായിട്ട് എടുത്തിരിക്കുന്നത്. അത് കവര് എന്നാണ്. വളവയ്പ്പ് ഗ്രാമത്തിൽ ബി പോയിന്റിൽ വിദേശികളടക്കം സ്വദേശികളടക്കം മറ്റ് പ്രദേശങ്ങളിലുള്ള ആൾക്കാരുൾപ്പെടെ വളവയ്പ്പ് വടക്ക് ഫെറിയില കായൽ തീരത്ത് കാഴ്ച കാണുവാനും സൂര്യാസ്തമനം കാണുവാനുമൊക്കെ ജീവിതത്തിൻ്റെ സമയമൊക്കെ നല്ല സമയങ്ങൾ, നല്ല മുഹൂർത്തങ്ങളൊക്കെ അവിടെ ഉദ്യാനത്തിൽ വന്നിരിക്കുമ്പോൾ അതിന് തൊട്ട് പ്രദേശത്ത് തന്നെ ഒരു തോടുണ്ട്. ആ തോട്ടിലെ കവര് എന്ന് പറഞ്ഞൊരു നീല വെളിച്ചമുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രതിഭാസം ഉണ്ടായി. അനേകായിരം ജനങ്ങളാണ് അത് വന്ന് കണ്ടത്. അപ്പോൾ അതിൻ്റെ ഓർമ്മ കൂടി നിലനിർത്തി 2024 ആ കവരിൻ്റെ ഓർമ്മ നിലനിർത്തി കവര് എന്ന യൂട്യൂബ് ചാനൽ ആണ് ഞാൻ ആരംഭിക്കുന്നത്. എൻ്റെ ആ യൂട്യൂബ് ചാനലിൻ്റെ ആദ്യപടി എന്നോണമാണ് ഈ നാളികേരത്തിലുള്ള ഈ കേര ശില്പം ഞാൻ സമർപ്പിക്കുന്നത്. വളവയ്പ്പ് നാടിനും എന്നെ വലുതാക്കിയ എല്ലാ നാട്ടുകാർക്കും ഞാൻ ഈ തേങ്ങയിലെ ഈ നാളികേര ശില്പം സമർപ്പിക്കുകയാണ്. ഒപ്പം കവറിന് വേണ്ടിയാണ്, ഇതെൻ്റെ മുഖചിത്രമാണ്. കവറിന് വേണ്ടി എല്ലാവരും കാണണം. ഇനിയും ഇതിഹാസപരമായ ഒത്തിരി പ്രതിഭാസങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ കവര് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ്. ഉളവയ്പ്പിൻ്റെ തനതായ രീതിയും ഉളവയ്പ്പിൻ്റെ അംബേദ്കർ പദവിയും അതുപോലെ തന്നെ ഉളവയ്പ്പിൻ്റെ വികസനമൊരുടിപ്പും പ്രദേശത്തിൻ്റെ എല്ലാ സവിശേഷതകളും നമ്മുടെ 110 ഏക്കർ നിലനിൽക്കുന്ന നെല്ലറ ഒക്കെ ഉൾപ്പെടെ ഉള്ള
ആ ഒരു പ്രദേശത്തിൻ്റെയൊക്കെ തനതായ ഇത് നമ്മുടെ അതുപോലെ ഉദ്യാനത്തിൻ്റെ നമ്മുടെ ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഗ്രാമീണ ഭംഗിയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒത്തിരിയേറെ വികസന പ്രവർത്തനങ്ങളൊക്കെ കവറിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും കാണണം, എൻ്റെ യൂട്യൂബ് ചാനൽ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ കവറിന് ഒരു പുതിയ തുടക്കം, ഒരു ആക്കം കൂട്ടുവാൻ വേണ്ടി, ഒരു പുതിയ കാൽവയ്പ്പിന് വേണ്ടി നിങ്ങളെല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. റജി നവശ്രീ, ചാലയിൽ ഒളവയ്പ്. I will send pictures. പ്ലസ് മറ്റേ ചേട്ടൻ എന്നിട്ട് ഈ മൂന്നും കൂടെ വരും. എനിക്ക് നന്നായിരുന്നു. രണ്ടാമത്തെ ദിവസം എനിക്ക്